നമസ്കാരം, ആരോപണമാണേ. നിൽക്കുന്നത് സെൻറ്റയ്ക്ക് അടുത്താണ്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. രാവിലെ ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇറങ്ങിയിരുന്നതാണ് നടുവൊന്ന് ഓർത്താനായിട്ട്. രാവിലെ ഇന്ന് 4 മണിക്ക് ഇറങ്ങിയ കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വണ്ടിക്കകത്ത് നിന്ന് ഇരിക്കാറൊന്നുമില്ല. രാവിലെ കയറി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് തന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുവാണേലും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. ചുമ്മാ ആദ്യമായിട്ടാണ് വണ്ടിക്കകത്ത് ഇറങ്ങി. വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, ഈ കാണുന്നത് വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ മാനം നോക്കി ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. കാക്കയൊക്കെ മണ്ടേന്ന് പണിയൊന്നല്ലേ ഉള്ളൂ. ഒരു കാക്ക ഇരിക്കുന്നൊരു കാക്ക കേട്ടോ. നല്ല രസം. ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്. എന്നെപ്പോലെ ഒരു പണിയില്ലാതെ ഇതിൻ്റെ കൂടെ ഒരു വമ്പനൊരു കൊമ്പുള്ളൊരു സാധനം നടപ്പുണ്ട്. അതിനെ കാണിക്കാനുള്ള സംവിധാനം ഇല്ല കേട്ടോ ഈ ഫോണിൻ്റെ അകത്ത്. അത് ഈ വെയിലോടെ അടിക്കുന്നതുകൊണ്ട് ഒട്ടും കാണത്തില്ല. ഇങ്ങനെയൊക്കെ വെച്ച് സൂം ചെയ്ത് ചിലപ്പോൾ കാണാമെന്ന് തോന്നുന്നു. ഇപ്പം നിലവിലിപ്പം ട്രിപ്പ് ഉണ്ടാകുന്ന വെച്ചാൽ ചില ദിവസം ഉണ്ട്, ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയാണ്, 2-3 ട്രിപ്പ് എടുത്തു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം 5 മിനിറ്റ് പുറത്തിറങ്ങി ഇരുന്ന് കയറുന്നില്ല, രാവിലെ ഇറങ്ങുന്നില്ല. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാനായിട്ട് നടുവൊന്ന് നൂരാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ തന്നെ തിരിച്ച് കയറി ട്രിപ്പ് അടിച്ച് ഞാൻ അന്നേരം ഇവിടെ നിന്ന് പോകും. ഇവിടെ കിടന്ന് ഇച്ചിരി ട്രിപ്പ് അടിക്കാൻ ഇച്ചിരി പാടുമാണ്. ആ കാണുന്ന സംഭവം കേട്ടോ, അത് നമ്മൾ പണ്ട് നമ്മൾ വന്ന സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഈ സാധനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതാർക്കും വേണ്ടാത്തതാണെന്ന് തോന്നുന്നത്. അതിൻ്റെ മുകളിലൊരു വലിയ ഫുട്ബോൾ ഇരിപ്പുണ്ട്. അത് ചുമക്കണമെങ്കിൽ തന്നെ വേണം അതിന്. ഉണ്ടോ? എന്നാ സംഭവമാണോ? ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനും പോകാറില്ല, നമുക്കൊട്ട് അറിയത്തുമില്ല. ഞാനതല്ല ആലോചിക്കുന്നത്. കുറേ മീൻ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അതേ ഞാൻ പറഞ്ഞ സാധനം കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. കണ്ടോ, എന്ത് മീനാണെന്ന് കൊച്ചിക്കാരായാലും കാണണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വല്ലാത്തൊരു കൊമ്പ്. അതിൻ്റെ കൊമ്പ ആ പകുതി അതെങ്ങാനും വെച്ചിട്ട് കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു കൂട്ടിയാൽ അത് കൂട്ടൊരു കൊമ്പ. എന്ത് സാധനമാണോ ഇത്? ഇവനെയാണ് ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ കൂടെ കുറച്ച് ചെറിയ മീനുകളുണ്ട്. ചെറിയ മീനുകളെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ അടുത്ത് ചെറിയ മീനുണ്ട്. അത് ഈ എന്തി അവിടെ ഇവിടെ കാണുന്നത് ആ പേപ്പറിൻ്റെ അടുത്ത് കാണുന്ന ചെറിയ മീനാണ് കേട്ടോ. മറ്റവൻ്റെ ഈ റൗണ്ടിൽ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് കുറേ മീനുണ്ട് കേട്ടോ. അതെന്നാ മീനാണെന്നറിയത്തില്ല. അതിനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ എന്തായാലും ട്രിപ്പ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനിയിപ്പം പയ്യെ ഒരു ദിവസം ഓടും, ഒരു ദിവസം ഓടില്ല, ഒരു ദിവസം ഓടും, ഒരു ദിവസം ഓടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഇണക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള ട്രിപ്പുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അക്കൗണ്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല. അക്കൗണ്ടൊക്കെ ഇപ്പോൾ സെറ്റാണ്, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ട്രിപ്പ് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് കുറഞ്ഞു പോകും. അതെന്താ സംഭവം ഞാൻ പറയാം കേട്ടോ. അത് ഞാൻ വണ്ടിയെ കയറിയിട്ട് പറഞ്ഞുതരാം. കാരണം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിയെ കയറിയിട്ട് അത് പറയാം. ഒരു വെയിലായതുകൊണ്ട് അകത്തേക്ക് കയറിയതാണ്. നമ്മൾ ഇരുന്നുകൊണ്ടിട്ടുന്നത് വെയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ട്രിപ്പ് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിൻ്റെ കാര്യമാണ്. അത് നമുക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് അത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ അടുത്തെത്താറാകുമ്പോൾ നമുക്ക് ട്രിപ്പ് അടിക്കുമല്ലോ, ആ ഒരു സംഭവം ഇല്ലാണ്ടാവും. അതായത് അങ്ങനെ ട്രിപ്പ് അടിക്കാത്ത ഒരു അവസ്ഥയാവും നമ്മുടെ അക്കൗണ്ട്. അതായത് ചിലപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് 20 മിനിറ്റ് സാധാരണ നമ്മൾ കിടക്കുന്നതല്ല. അതായത് മറ്റുള്ളവർക്ക് ട്രിപ്പുള്ള സമയത്ത് നമുക്ക് ട്രിപ്പുകൾ അടിക്കാണ്ടാവുന്ന ഒരു അവസ്ഥ വരും നമ്മുടെ അക്കൗണ്ടിൽ. അത് ഈ സംഭവം കുറയുമ്പോഴാണ്. അതായത് നമ്മൾ ക്യാൻസലേഷൻ എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്താലേ നമ്മുടെ ട്രിപ്പുകൾ കുറയും എന്നാണ് നമുക്ക് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിപ്പോൾ 2-3 ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു നമ്മൾ എടുത്തില്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമുണ്ട്. അത് കുറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പുകൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കണം. ട്രിപ്പുകൾ എടുക്കുമ്പം നമുക്ക് വരുന്ന ട്രിപ്പുകൾ ചെറുതാണേലും ചിലർ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ പിക്കപ്പ് കൂടുതലുള്ളത് ആളുകൾ എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനും നമുക്ക് റേറ്റ് കുറയും. അത് 24 മണിക്കൂറാണ് കണക്കാക്കുന്നത്. 24 മണിക്കൂറിൻ്റെ കുഴപ്പമുള്ളൂ. ചിലപ്പോൾ ഇന്നലെ എനിക്ക് ആ റേറ്റ് കുറവാണെങ്കിൽ ഇന്ന് എനിക്ക് അനുസരിച്ചുള്ള ഓട്ടങ്ങളായിരിക്കും രാവിലെ തൊട്ട് കിട്ടി വരിക.
അപ്പോൾ അങ്ങനെയുള്ള കാര്യമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു റേറ്റിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ കസ്റ്റമർക്കാരെ വിളിച്ച് ചോദിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. കസ്റ്റമർക്കാരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരാൾ പറയും കുഴപ്പമില്ലെന്ന് പറയും, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയും, ഒരാൾ പറയും നിങ്ങളുടെ അക്കൗണ്ട് പ്രശ്നത്തിലാണ്, വിഷയമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോയി അവിടെ നേരിട്ട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു. അതുപോലെ 2-3 പേരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ആ ഒരു സംഭവം കീപ്പ് ചെയ്യണം. എനിക്കിപ്പോൾ വേണ്ട 69 സംതിങ് ഉള്ളൂ, അത് 70 അടുത്തേ ഉള്ളൂ. അത് ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് 80-83 അടുത്ത് നിർത്തണം എന്നാണ് പറഞ്ഞത്. 83 ആയിട്ട് അങ്ങനെ നിർത്തണം, എങ്കിലും നമുക്ക് ട്രിപ്പുകൾ ഇല്ലാത്ത ദിവസവും നമുക്ക് അവർ പക്കയായിട്ട് ട്രിപ്പുകൾ തരും. പിന്നെ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്, ഞാൻ ഈ പറയുന്ന ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. നമ്മുടെ റേറ്റിംഗ്, നമ്മുടെ ട്രിപ്പുകളിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും, ക്യാൻസലേഷൻ, അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അതിനകത്ത് വരുന്നൊരു മെയിൻ കാര്യം ഈ ഒരു സംഭവം വരുന്നതാണത്, നമ്മുടെ ഈ പറഞ്ഞ ട്രിപ്പിൻ്റെ ട്രിപ്പ് കംപ്ലീഷൻ റേറ്റ്. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്തുനിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് എടുത്ത് പോകാനായിട്ട് തുടങ്ങി 250 മീറ്റർ അപ്പുറത്തായിരുന്നു, VKR ഹോസ്പിറ്റലിൽ, ലേഡീസിൻ്റെ ഹോസ്പിറ്റലില്ലേ അവിടുന്ന്. അത് എടുത്ത് പോകാനായിട്ട് നിന്ന് അപ്പോഴത്തെ ആൾ നോക്കി ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തൊട്ടേ ഇങ്ങനെ കരുതിയിരിക്കുമായിരുന്നു, വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ കൊച്ചിയിൽ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ എന്താ സംഭവം അറിയത്തില്ല. ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ ഹർത്താൽ പോലൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും നല്ല ബ്ലോക്കാണ്. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിൽ വൈകുന്നേരം മാത്രമേ ട്രിപ്പുകൾ ഉണ്ടാവുള്ളൂ. ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ബ്ലോക്കാവും, പിന്നെ ഓടാനുള്ള ഇതില്ലല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റോഡിൽ കിടന്ന് ചൂടും ഇതെല്ലാം ആയി കഴിയുമ്പോൾ വൈകുന്നേരത്ത് നമ്മൾ മടുക്കും. അപ്പം അതുകൊണ്ട് അന്നേരം വൈകുന്നേരം നേരത്തെ കയറും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നിലവിൽ ഇന്നിപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇതുവരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറഞ്ഞാൽ 10-20 മിനിറ്റൊക്കെ കിടന്നു. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചതാണ്, അപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്തു. അതുപോലെ വേറെ കാര്യം, കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് ഇന്നലെ ഒരു ഗഡിനെ വിളിച്ച് ചോദിച്ചു. കസ്റ്റമർക്കാരെ വിളിച്ചപ്പോൾ ഒരു ലേഡിയായിരുന്നു, അവർ പറഞ്ഞു കസ്റ്റമർ ക്യാൻസൽ ചെയ്താൽ ഒരു ചെറിയ പെർസെൻറ്റേജ് അത് ഇതിനെ ബാധിക്കുമെന്ന് പറഞ്ഞു, ഈ കംപ്ലീഷൻ റേറ്റ്. ഞാനപ്പോൾ അവരോട് ചോദിച്ചു കസ്റ്റമർ ക്യാൻസൽ ചെയ്തതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ അവർക്കതൊന്നും, അവർ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയ അപ്ഡേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഓടണം കേട്ടോ ഓടുന്നവർ. അപ്പം വേറൊന്നുമില്ല, ഇനിയിപ്പം സാധാ ഒരു ദിവസത്തെ പോലെ തന്നെ ചോറുണ്ണുക, വൈകുന്നേരം താഴെ കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഇന്ന് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞാലും പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആകുമായിരിക്കും. പിന്നെ എല്ലാവർക്കും എന്നെ പോലെ ആവണമെന്നില്ല, നല്ല അക്കൗണ്ടുള്ളവർക്ക് വേറെ ഓട്ടങ്ങളൊക്കെ കുഴപ്പമില്ലാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ കാര്യം ശ്രദ്ധിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.